നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെ സേവനത്തിലേർപ്പെട്ട വിവിധ സേനാ വിഭാഗങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത് നമ്മുടെ നാടിന്റെ ഔന്നിത്യമെന്നും മുഖ്യമന്ത്രി. കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ പരിശീലനം പൂർത്തിയായവരുടെ പാസിംഗ് ഔട്ട് പരേഡ്. 410 പേർ കൂടി പോലീസ് സേനയുടെ ഭാഗമായി. രാജ്യത്തെ ഏക്കർ കണക്കിന് കൃഷിഭൂമിയുടെ നാശത്തിന് കാരണമായത് UPA NDA സർക്കാരുകളുടെ തെറ്റായ കാർഷിക നയങ്ങളെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കർഷക തൊഴിലാളി ഫെഡറേഷന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കം. ജില്ലാതല ഉദ്ഘാടനം മുണ്ടൂരിൽ. പട്ടാമ്പി പാലത്തിൽ ശാസ്ത്രീയ പരിശോധന വൈകുന്നതിനു പിന്നിൽ സർക്കാരിന്റെയും വകുപ്പിന്റെയും ഗുരുതര വീഴ്ചയെന്ന് VK ശ്രീകണ്ഠൻ MP. എത്രയും വേഗം പരിശോധനകൾ പൂർത്തിയാക്കി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും PWD ചീഫ് എഞ്ചിനീയർക്കും കത്തു നൽകുമെന്നും MP. കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന സന്നദ്ധ സംഘമായി കർഷക സംഘം മാറണമെന്ന് കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി. കാർഷിക മേഖല നേരിടുന്നത് പലവിധ പ്രതിസന്ധികൾ. പട്ടാമ്പിയിൽ കർഷക സംഘം ഏരിയ കൺവെൻഷൻ. ദുരന്തം വേട്ടയാടിയ വയനാടിനെ ചേർത്ത് പിടിച്ച് നാട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായമെത്തിച്ച വ്യക്തികളും സംഘടനകളും. കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശേഖരിച്ച അവശ്യ സാധനങ്ങൾ ക്യാമ്പുകളിലെത്തിക്കും. വയനാടിനായി കൈകോർത്ത് മങ്കരയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും. പാലക്കാട് ജില്ലാ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ 10 വീടുകൾ നിർമ്മിച്ചു നൽകും. ചേലക്കരയിൽ നിയോജക മണ്ഡലം തല ദുരന്ത നിവാരണ അവലോകന യോഗം. യോഗം ചേർന്നത് K രാധാകൃഷ്ണൻ MPയുടെ അധ്യക്ഷതയിൽ. മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്ന പാഞ്ഞാൽ ചെറക്കോണം ഒലിപ്പാറക്കുന്നിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. ആനപ്പേടിയിൽ പാഞ്ഞാൾ. പഞ്ചായത്തിലെ ചിറങ്കോണം മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നാട്ടിൽ പതിവായി കാട്ടാനയിറങ്ങുന്നത് തടയാൻ സത്വര നടപടിയുണ്ടാകണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിലെ കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പരിശീലനം പൂർത്തിയാക്കിയ 410 പേരാണ് പോലീസ് സേനയുടെ ഭാഗമായത്. വയനാട്ടിലെ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെയാണ് പോലീസും ഫയർഫോഴ്സും സൈന്യവും ദുരന്ത നിവാരണ സേനയുമെല്ലാം മുഴുകിയിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഔന്നിത്യം കാത്തുസൂക്ഷിക്കുകയാണ് അവരെല്ലാവരും. എന്നും കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ ഏടുകൾ ദുരന്തമുഖത്ത് കാണാനായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അത്യന്തം അപകടകരമായ രക്ഷാ ദൗത്യങ്ങളാണ് സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് വയനാട്ടിലെ ദുരന്തമുഖത്ത് പോലീസ് ഏറ്റെടുത്തത്. മുമ്പ് പ്രളയകാലത്തും കോവിഡ് കാലത്തും കേരള പോലീസിന്റെ കരുതലിന്റെ സ്നേഹസ്പർശം കേരളം അനുഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെട്ടെന്നുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഒരു നാടാകെ ഇല്ലാതായതിന്റെ നടുക്കം ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ജീവിതത്തിൽ നിന്ന് എടുത്തെറിയപ്പെട്ട ആ മനുഷ്യരുടെ ദുരന്തം ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ട്. ഈ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെയാണ് പോലീസും ഫയർഫോഴ്സും സൈന്യവും ദുരന്ത നിവാരണ സേനയുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ മാനുഷികമായ ഔന്നത്യം കാത്തു സൂക്ഷിക്കുകയാണ് അവരെല്ലാവരും. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ 19B ബാച്ചില് 187 വനിതാ പോലീസ് സേനാംഗങ്ങളും മലപ്പുറം MSP ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ 26ാമത് ബാച്ചിലെ 223 പുരുഷ പോലീസ് സേനാംഗങ്ങളും അടക്കം 410 പേരാണ് സംസ്ഥാന പോലീസ് സേനയുടെ ഭാഗമായത്. പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു.
കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ AU സുനിൽകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് മുഖ്യമന്ത്രി ട്രോഫികൾ സമ്മാനിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ P. വിജയൻ, തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് നകുൽ രാജേന്ദ്ര ദേശ്മുഖ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, പരിശീലനാർത്ഥികളുടെ ബന്ധുമിത്രാദികൾ തുടങ്ങിയവരും ചടങ്ങ് വീക്ഷിക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്രം ഭരിച്ച UPA NDA സർക്കാരുകളുടെ തെറ്റായ കാർഷിക നയങ്ങളാണ് രാജ്യത്തെ കർഷകരുടെ ഏക്കർ കണക്കിന് കൃഷിഭൂമികൾ കാർഷിക യോഗ്യമല്ലാത്താക്കി മാറ്റിയതെന്ന് കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ സംഘടിപ്പിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ കാർഷിക സംസ്കാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ നിലനിൽപ്പ് തന്നെ കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നായിരുന്നു. കേരളത്തിന്റെ മാത്രമല്ല, രാജ്യത്താകെ നമ്മുടെ സാമ്പത്തിക നയം കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിരുന്നു. എന്നാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നാൾ അധികാരത്തിലിരുന്ന കോൺഗ്രസ്, പിന്നീട് അധികാരത്തിൽ വന്ന BJPയും കാർഷിക മേഖലയോട് കാണിച്ച അനീതിയുടെ ഫലമായി കർഷകർ കൃഷിഭൂമി തരിച്ചിടാൻ ഇടയായി. കാർഷിക സംസ്കാരം തന്നെ ഇല്ലാതായി. കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് നൽകി വന്ന സബ്സിഡികളെല്ലാം നിർത്തലാക്കി. ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം KE പത്മാവതി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി C. രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. സംസ്ഥാന ഉപാധ്യക്ഷൻ സിദ്ധാർത്ഥൻ കർഷകരെ ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം AR ബാലകൃഷ്ണൻ മുണ്ടൂർ, സംസ്ഥാന നേതാക്കളായ തെന്നിലാപുരം വാസുദേവൻ, S. രാമകൃഷ്ണൻ, CPI മണ്ഡലം സെക്രട്ടറി TV വിജയൻ, മോഹൻ പള്ളിക്കൽ, VN പ്രകാശൻ, അപർണ ബാലകൃഷ്ണൻ, KK പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനെത്തിയ സ്പീക്കറെ നേതാക്കൾ പൊന്നാടി അണിയിച്ചു ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുപ്രസിദ്ധ മോഷ്ടാവ് ഭണ്ഡാരം സജീഷിനെ ഗുരുവായൂർ പോലീസ് വയനാട് നിന്നും പിടികൂടി. തമ്പുരാൻപടി ആലിക്കൽ ബ്രഹ്മരക്ഷസ് ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വയനാട് സുൽത്താൻ ബത്തേരിയിലെ ലോഡ്ജിൽ നിന്നും പിടിയിലാവുന്നത്. കഴിഞ്ഞ മാസം 24-നായിരുന്നു ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. മോഷണത്തിന് ശേഷം കർണാടകയിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലുമായി ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു സജീഷ്. പോലീസിനെ കണ്ടതോടെ ലോഡ്ജിൻ്റെ 2ാം നിലയിലുള്ള റൂമിൻ്റെ ജനൽച്ചില്ല് തകർത്ത് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. 40-ലധികം മോഷണ കേസുകളിൽ പ്രതിയായ സജീഷ് നിരവധി തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി പാലത്തിൽ ശാസ്ത്രീയമായ പരിശോധന വൈകുന്നതിനു പിന്നിൽ സർക്കാരിന്റെയും വകുപ്പിന്റെയും ഗുരുതരമായ വീഴ്ചയെന്ന് VK ശ്രീകണ്ഠൻ MP. എത്രയും വേഗം പരിശോധനകൾ പൂർത്തിയാക്കി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും PWD ചീഫ് എഞ്ചിനീയർക്കും കത്ത് നൽകുമെന്നും പാലം സന്ദർശിച്ച ശേഷം MP പറഞ്ഞു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു പട്ടാമ്പി പാലത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ അറിയുന്നതിനായി VK ശ്രീകണ്ഠൻ MP സന്ദർശനം നടത്തിയത്. പാലത്തിന്റെ മുഴുവൻ ഭാഗവും MP സന്ദർശിച്ചു. നിലവിൽ പട്ടാമ്പിക്കാർ ആശങ്കയിലാണ്. 5 ദിവസമായി പാലത്തിൽ വാഹനങ്ങൾ കടന്നുപോകാൻ സാധിച്ചിട്ടില്ല. പ്രാഥമിക പരിശോധന മാത്രമേ നടന്നിട്ടുള്ളൂ. എന്നാൽ ഇത്രയും ദിവസമായിട്ടും വേണ്ടത്ര ശാസ്ത്രീയമായ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് സർക്കാരിന്റെയും വകുപ്പിന്റെയും ഗുരുതര വീഴ്ചയാണെന്ന് MP കുറ്റപ്പെടുത്തി. ചീഫ് എഞ്ചിനീയർക്കും മുഖ്യമന്ത്രിക്കും താൻ കത്ത് നൽകുന്നുണ്ട്. എത്രയും വേഗം പരിശോധിച്ച് കൈവരികൾ സ്ഥാപിച്ച ശേഷം പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കണമെന്ന് VK ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടു. 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. യഥാർത്ഥത്തിൽ കോസ്വേ എന്ന് പറയുന്നത് മഴ അധികമായിട്ട് വരുമ്പോൾ അത് ഓവർഫ്ലോ ചെയ്തു പോകാനുള്ള സൗകര്യമാണ് കോസ്വേ. അതുകൊണ്ട് പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം പോയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പാലം അപകടാവസ്ഥയിലാണെന്നുള്ളൊരു ആശങ്ക നാട്ടിലാകെ ഭീതി പരത്തിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് സർക്കാർ പരിശോധിക്കേണ്ടത് പാലത്തിൻ്റെ ബലക്ഷയമാണ്.
പക്ഷേ കഴിഞ്ഞ 5 ദിവസമായി പാലം ക്ലോസ് ചെയ്തിട്ടും വേണ്ടത്ര ശാസ്ത്രീയമായ ഒരു പരിശോധന നടന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയായിട്ടേ കണക്കാക്കാൻ പറ്റൂ. നമുക്കറിയാം, കേരള സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ള ബ്രിഡ്ജസ് കോർപ്പറേഷൻ ആണ് ബ്രിഡ്ജസ് ഡിപ്പാർട്ട്മെൻറ്റ് PWDയും കൂടി ചേർന്നാണ് ഇത് പരിശോധിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എഞ്ചിനീയറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പ്രാഥമികമായൊരു പരിശോധനയിൽ വലിയ ബലക്ഷയമൊന്നും പാലത്തിനില്ല എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു അപകടമുള്ളത് 2 ഭാഗത്തുള്ള കൈവരികൾ തകർന്നു പോയിരിക്കുകയാണ്. ഭൂരിപക്ഷം കൈവരികളും തകർന്നു പോയ സ്ഥിതിക്ക് വാഹനം പോകുമ്പോൾ കാൽനട യാത്രക്കാരും മറ്റും പ്രയാസത്തിലാകും. അതുകൊണ്ടുണ്ടാകുന്ന അപകടം ചിലപ്പോൾ വലിയ പ്രയാസമുണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ക്ലോസ് ചെയ്ത സർക്കാരിൻ്റെ സംവിധാനം എത്രയും പെട്ടെന്ന് അത് പരിശോധിച്ച് തുറന്നു കൊടുക്കാനോ അല്ലെങ്കിൽ ബദലൊരു സംവിധാനം ഉണ്ടാക്കാനോ പരിശ്രമിക്കേണ്ടത്. MP-ക്കൊപ്പം KR നാരായണസ്വാമി, അഡ്വക്കേറ്റ് രാമദാസ്, റിയാസ് മുക്കോളി, K ബഷീർ, കമ്മക്കുട്ടി എടത്തോൾ, ഉമ്മർ കീഴായൂർ, ജിതേഷ് മൊഴിക്കുന്നം, അലി തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിക്ക് കൂടുതൽ പദ്ധതികൾ അനിവാര്യമാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പാലക്കാട്ട് വീരശൈവ മഹാസഭയുടെ പ്രതിഭാ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ജാതി സെൻസസ് അനിവാര്യമാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും പിന്നോക്ക വിഭാഗങ്ങളെയും സംരക്ഷിക്കാൻ പദ്ധതികൾ അനിവാര്യമാണെന്ന് ചിറ്റയം ഗോപകുമാർ ചൂണ്ടിക്കാട്ടി. നിയമങ്ങളിലെ തെറ്റുകളും തടസ്സവും മൂലം അർഹരായ പല വിഭാഗങ്ങൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. സർട്ടിഫിക്കറ്റുകൾക്കായി പഞ്ചായത്തുകളും വില്ലേജുകളും കയറിയിറങ്ങി മടങ്ങുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. കേരളം ഏറ്റവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഇന്ന് കേരളത്തിൽ 55,000 ക്ലാസ് മുറികൾ സമ്പൂർണ്ണമായി ഹൈടെക് ആയിട്ടുണ്ട്. കുട്ടികൾക്ക് കണ്ടും കേട്ടും പഠിക്കാനുള്ള സൗകര്യമാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരുക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളും ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ പഠിക്കാനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും വീരശൈവ മഹാസഭയുടെ കുടുംബത്തിലെ ഓരോ അംഗവും ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയും. അതിന് കഴിയുന്ന എല്ലാ അന്തരീക്ഷവും ഇന്ന് കേരളത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചിറ്റയം ഗോപകുമാർ അനുമോദിച്ചു. കലാസാംസ്കാരിക രംഗത്തുള്ളവരെ കരകൗശല ബോർഡ് ചെയർമാൻ രാമഭദ്രൻ അനുമോദിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു. പി പ്രഭാകരൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, സുമിതി സുരേഷ്, സിന്ധു രാജൻ, K രവി, സത്യൻ കണ്ണങ്കര, C മുരുകൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കര നിയോജക മണ്ഡലം തല ദുരന്ത നിവാരണ അവലോകന യോഗം നടന്നു. കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ K രാധാകൃഷ്ണൻ MP-യുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഭാവിയിൽ നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതുകൂടി ചർച്ച ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ ദുരന്തത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നു. നമ്മുടെ കേരളത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ദുരന്തങ്ങൾ അതിന് ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഓരോ പ്രദേശത്തും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള പരിശോധന നടത്തുന്നുണ്ട്. തൃശൂർ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് യോഗം ചേർന്നത്. ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ തലപ്പള്ളി താലൂക്ക് തഹസീൽദാർ MC അനുപമൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KM അഷ്റഫ്, KV നബീസ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത്, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ്, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. പോലീസ്, വനം വകുപ്പ്, മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണിടിച്ചിൽ ഭീതി തുടരുന്ന പാഞ്ഞാൾ പഞ്ചായത്തിലെ കിള്ളിമംഗലം ചെറക്കോണം ഒലിപ്പാറക്കുന്നിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. കനത്ത മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്തെ 42ഓളം കുടുംബങ്ങളെ കിള്ളിമംഗലം സർക്കാർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് സീനിയർ ഉദ്യോഗസ്ഥൻ AK മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിശദമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ മേഖലയിലെ ജനപ്രതിനിധികൾക്ക് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു.
ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയും വിധം കേരളത്തിലെ നിർമ്മാണ രീതികളിൽ മാറ്റം വരുത്തണമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട്ട് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷന്റെ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. കേരളത്തിൽ തുടരെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടെങ്കിലും ദുരന്തങ്ങളുണ്ടാക്കുന്ന ആഘാതത്തിൽ നിന്നും വേദനകളിൽ നിന്നും മോചനമുണ്ടാവുന്നില്ല. ഈ സാഹചര്യങ്ങൾ പരിഗണിച്ച് പ്രകൃതി സംരക്ഷണത്തിലൂന്നിയ നിർമ്മാണ ഘടനയും വികസന പ്രവർത്തനങ്ങളുമാണ് വേണ്ടത്. പ്രയാസങ്ങളെ അതിജീവിക്കാനായി നിയമങ്ങളിൽ ഭേദഗതി അനിവാര്യമാണെന്നും MP പറഞ്ഞു. BNRWF സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന നാരായണൻ മാസ്റ്ററുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് MP സമ്മാനിച്ചു. പ്രസിഡന്റ് ജോസ് തോമസ് അധ്യക്ഷത വഹിച്ചു. KPCC ഭാരവാഹികളായ C. ചന്ദ്രൻ, KA ചന്ദ്രൻ, VC കബീർ മാസ്റ്റർ, BNRWF ഭാരവാഹികളായ M. ഹരിദാസ്, ജോൺ പഴേരി, MK ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി പാഞ്ഞാൾ പഞ്ചായത്തിലെ ചിറങ്കോണം മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് പ്രദേശത്ത് കാട്ടാനയിറങ്ങിയത്. നടുമുറ്റത്ത് വീട്ടിൽ സിനോജിന്റെ ഉടമസ്ഥതയുള്ള കൃഷിസ്ഥലത്ത് നിലയുറപ്പിച്ച ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുമുണ്ട്. രാവിലെയോടെ വീട്ടുകാർ കൃഷിസ്ഥലത്ത് എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. തുടർന്ന് വനം വകുപ്പ് പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുകയായിരുന്നു. വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. UDF നേതാക്കളും കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം KC ശിവദാസൻ, DCC മെമ്പർ MB ഗിരിജാവല്ലഭൻ, മുസ്ലിം ലീഗ് നേതാക്കളായ TS മുഹമ്മദ്, PM അബ്ദുള്ള, കോൺഗ്രസ് നേതാക്കളായ TC രാമകൃഷ്ണൻ, PP പ്രസാദ്, ഗണേഷ് ആറ്റൂർ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണെന്നും കൃഷിനാശം സംഭവിച്ചിട്ടുള്ള കർഷകർക്ക് അർഹിച്ച നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വിരമിച്ച കോടതി ജീവനക്കാർക്ക് പ്രത്യേക ക്ഷേമ പദ്ധതികൾ നടപ്പാക്കേണ്ടതുണ്ടെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് നന്ദന കൃഷ്ണൻ പാലക്കാട് സിവിൽ കോർട്ട് പെൻഷനേഴ്സ് വെൽഫെയർ ഫോറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവഹാരങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് കോടതി നടപടികൾക്ക് വേഗതയുണ്ടാകുന്നില്ല. ജീവനക്കാരുടെ എണ്ണം കാലോചിതമായി പരിഷ്കരിക്കേണ്ടതുണ്ടെങ്കിലും ബന്ധപ്പെട്ടവർ അതിന് തയ്യാറാകുന്നില്ല. വ്യവഹാരങ്ങളിലുള്ള തീർപ്പ് വൈകുന്നത് നീതി നിഷേധിക്കപ്പെടാൻ ഇടയാക്കുന്നുണ്ട്. ആവശ്യത്തിന് ജീവനക്കാരില്ലെങ്കിലും കോടതി നടപടികളിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വലുതാണെന്നും ജസ്റ്റിസ് നന്ദനകൃഷ്ണൻ പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എത്രയും വേഗത്തിൽ തന്നെ അത് നോക്കണം. നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിക്കണം. അങ്ങനെ എൻ്റെ മുമ്പിൽ 1936 ഒരു പാർട്ടീഷൻ ഡീഡിന്റെ കോപ്പിയാണ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആവശ്യപ്പെട്ടിട്ടുള്ള അപേക്ഷകൻ അത് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് ഗ്രാൻഡ് ഫാദറാണ് ഇത് കോടതിയിൽ ഫയലാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കോടതിയിൽ വരുന്ന ആൾക്കാരൊക്കെ വക്കീലന്മാരുടെ ഉപദേശം കേട്ടിട്ടും കൂടി വരുന്നവരാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. പ്രസിഡന്റ് P. ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. SB വിനോദ് കുമാർ, P. രവീന്ദ്രൻ, VE വർഗീസ്, K. രാമചന്ദ്രൻ, KL ബേബി, M. നാരായണൻകുട്ടി, C. നാരായണൻ നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന സന്നദ്ധ സംഘമായി കർഷക സംഘം മാറണമെന്ന് കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി പട്ടാമ്പിയിൽ നടന്ന കർഷക സംഘം ഏരിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമരങ്ങൾ നടത്തുന്നതോടൊപ്പം ഈ മേഖലയിലെ മാറ്റങ്ങൾ മനസ്സിലാക്കി അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന സന്നദ്ധ സംഘമായി കർഷക സംഘം മാറണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MR മുരളി പറഞ്ഞു. ഉത്പാദനം എങ്ങനെ വർദ്ധിപ്പിക്കാം, കൂടുതൽ ഉത്പാദനക്ഷമത എങ്ങനെ കൈവരിക്കാം, ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ഒരു തുണ്ട് ഭൂമി പോലും തരിശാക്കിയിടാതെ എല്ലാ ഭൂമിയിലും കൃഷി ഇറക്കുക എന്നുള്ളതാണ് ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നാമതായി ചെയ്യേണ്ട കാര്യം. എല്ലാ ഭൂമിയിലും കൃഷി ഇറക്കുക. അടുത്ത കാലത്തായി തരിശ് ഭൂമികളിൽ കൃഷി ഇറക്കാനുള്ള പ്രവണത ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇടക്കാലത്ത് കണ്ട ഒരു പ്രവണത ഭൂമി ധാരാളമായി തരിശെടുക്കുക എന്നുള്ളതായിരുന്നു.
നെൽപ്പാടങ്ങൾ ധരിച്ചെടുത്തു. അത് കാട് പിടിച്ച് എന്തൊക്കെയായി മാറുന്നു. ഈ പ്രവണത കേരളത്തിൽ ഒരു കാലത്ത് ശക്തമായി കണ്ടതാണ്. പട്ടാമ്പി രാജൻ സ്മാരകത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷനിൽ CM നീലകണ്ഠൻ അധ്യക്ഷനായി. U അജയകുമാർ, P വിജയകുമാർ, K മുരളി, T ഗോപാലകൃഷ്ണൻ, KV ഗംഗാധരൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കരയിൽ വീട്ടുമുറ്റത്തെ 50 അടിയോളം താഴ്ചയുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു. മങ്കര മഞ്ഞക്കര ഇരുപ്പപ്പറമ്പിൽ മോഹൻദാസിന്റെ വീട്ടിലെ കിണറാണ് ശനിയാഴ്ച വൈകുന്നേരം വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു താണത്. ഒരു HP മോട്ടറും കിണറിനകത്ത് താഴ്ന്നു. സമീപത്തെ നിരവധി ആളുകൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറാണിത്. മണ്ണൂർ പഞ്ചായത്തിലെ ചോലക്കുന്ന് കുണ്ടുകാവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് CPI ചോലക്കുന്ന് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം CPI മണ്ണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇതിൽ ചോലക്കുന്ന് റോഡ് മാത്രമല്ല, മണ്ണൂർ പഞ്ചായത്തിന്റെ അരുമ്പംകുളങ്ങര റോഡായാലും കിഴക്കുംപുറം റോഡായാലും കോഴിച്ചുണ്ട റോഡായാലും പൊട്ടുപാറ റോഡായാലും ഒക്കെ തന്നെ ഇതേ അവസ്ഥയാണ് ഒന്നുള്ളത്. നമ്മളെല്ലാം തന്നെ മെയിൻ്റനൻസ് ഫണ്ട് എന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല എപ്പോഴും. ആ മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് റോഡുകൾ, ഉടഞ്ഞു കിടക്കുന്ന റോഡുകളെ റീചാർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. എന്നാൽ ഇപ്പോൾ ഈ റോഡുകളെല്ലാം തന്നെ ഉടഞ്ഞു കിടക്കാന്നല്ലാതെ ഭരണകർത്താക്കളുടെ ഒരു ശ്രദ്ധ ഈ രംഗത്തേക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമാണ് ഇത്രയും വലിയ ദുരിതം ഇവിടെ ഉള്ളവർ അനുഭവിക്കുന്നത്. ഇപ്പം ഇതിലെ നമുക്കൊരു ഗർഭിണിയെ, ഒരു പ്രസവ വേദന എടുത്ത ഒരു ഗർഭിണിയെ കൊണ്ട് ഇവിടെ നിന്നും പോയാൽ ആശുപത്രിയിൽ എത്തും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അതുപോലെ നട്ടലിന് വേദനയോ നെഞ്ചുവേദനയോ ഉള്ള ഒരു രോഗിയെ ഏത് നിലയ്ക്കാണ് ഈ റോഡിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്. ഇവിടെ പഞ്ചായത്തിനൊരു ഭരണസമിതി ഇല്ല എന്ന് മാത്രമല്ല, ഈ വാർഡിനൊരു മെമ്പറും ഇല്ല. ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം അറിയാൻ വേണ്ടി കഴിഞ്ഞത് മെമ്പർ ദുബായിൽ എന്തോ ജോലിയായിട്ട് പോയിരിക്കുകയാണ്. ഈ വാർഡ് അനാഥമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പഞ്ചായത്തിൻ്റെ റോഡുകൾ നന്നാക്കുന്നതിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് ഈ സമര സമിതിക്ക് വേണ്ടി പറയാനുള്ളത്. റോഡ് തകർന്ന വർഷങ്ങളായിട്ടും ഇതുവരെയും നടപടിയായിട്ടില്ല. മേഖലയിലൂടെയുള്ള കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. റോഡിന്റെ ശൂച്യാവസ്ഥ മൂലം പ്രദേശവാസികളുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി ഓട്ടോ, ടാക്സി തുടങ്ങിയ വാഹനങ്ങളും ഇതുവഴി വരാറില്ല. നിരവധി തവണ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഒരു നടപടിയും വിഷയത്തിൽ സ്വീകരിക്കുന്നില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാനായി ചാൽ കീറിയതോടെയാണ് റോഡ് പൂർണ്ണമായും തകർച്ചയിലായത്. പ്രതിഷേധ സമരത്തിൽ KV ദാസൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു, P ബാബു, CP രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി കീഴത്തൂർ പള്ളിമുക്ക് റോഡ് തകർച്ചയിലായി മാസങ്ങൾ പിന്നിട്ടിട്ടും അനക്കമില്ലാതെ അധികൃതർ. ദിനംപ്രതി 100 കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന പാതയിൽ അപകടങ്ങൾ പതിവാകുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ 2, 3 വാർഡുകളെ ബന്ധിപ്പിച്ചു കടന്നുപോകുന്ന റോഡിന്റെ ഇരുവശവും തകർന്ന് കുത്തിയൊലിച്ച് ഒരടിയോളം താഴ്ന്നിട്ടുണ്ട്. ഇതുവഴിയുള്ള യാത്രയും ദുസ്സഹമാണ്. മഴക്കാലത്തിന് മുൻപ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് സ്ഥാപിക്കാനായ റോഡ് വെട്ടിപ്പൊളിച്ചതാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡിലെ കുഴികളിൽപ്പെട്ടുള്ള അപകടങ്ങളും പതിവ് കാഴ്ചയാണ്. ദിവസേന 100 കണക്കിന് ആളുകളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. പ്രദേശത്തെ LP സ്കൂൾ, അംഗൻവാടി, മുസ്ലിം പള്ളി, മദ്രസ എന്നിവിടങ്ങളിലേക്കുള്ള ഏക ആശ്രയം കൂടിയാണ് കീഴത്തൂർ പള്ളിമുക്ക് റോഡ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായഹസ്തവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തകർ ശേഖരിച്ച അവശ്യ സാധനങ്ങൾ ക്യാമ്പുകളിൽ എത്തിച്ചു നൽകും. വള്ളത്തോൾ നഗർ, മുള്ളൂർക്കര, വരവൂർ, പാഞ്ഞാൾ എന്നീ പഞ്ചായത്തുകളിലെ കടകളിൽ കയറിയാണ് വയനാട്ടിലെ ക്യാമ്പിൽ കഴിയുന്നവർക്കായി ആവശ്യ സാധനങ്ങൾ സ്വീകരിക്കുന്നത്. ക്യാമ്പിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന കൈത്താങ്ങ് പദ്ധതിയുടെ ആദ്യ ഉദ്ഘാടനം ചെറുതുരുത്തി സെന്ററിൽ ആവശ്യ സാധനങ്ങളുടെ സ്വീകരണം നടത്തി ദേശമംഗലം കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് K പ്രേമൻ ആദ്യ സാധനങ്ങൾ സ്വീകരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ്, OU ബഷീർ, മുസ്തഫ വരവൂർ, കുരുവിള ജേക്കബ്, തമ്പി, PV സുലൈമാൻ, ഷറഫുദ്ദീൻ തങ്ങൾ, രതീഷ് കുമാർ, KR നൌഫൽ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മേഖലയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് പദ്ധതിയുമായി സഹകരിച്ച് ആവശ്യ സാധനങ്ങൾ നൽകിയത്.
പ്രവർത്തകർ സ്വീകരിച്ച അവശ്യ സാധനങ്ങൾ തിങ്കളാഴ്ചയോടെ ക്യാമ്പിലേക്ക് എത്തിച്ചു നൽകുമെന്ന് അറിയിച്ചു. വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കേരളം നമ്മുടെ ഈ പ്രദേശത്ത് വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് നിന്നും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആ ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സമാഹരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പൊതുജനങ്ങളും വ്യാപാരികളും വളരെ നല്ല രീതിയിലാണ് ഇതിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ വേദനയും ദുഃഖത്തിലുമാണ്. പക്ഷേ അവരെ ചേർത്ത് പിടിക്കുകയും അവരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് സാമൂഹിക പ്രതിബദ്ധതയായി കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഉദ്യമത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വയനാടിനായി കൈകോർത്ത് മങ്കരയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആവശ്യ വസ്തുക്കളുടെ ശേഖരണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തൗഫീഖ് അധ്യക്ഷനായി. ഷാഹുൽ, അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. സന്നദ്ധ പ്രവർത്തനത്തിന് ഒരുങ്ങി പുറപ്പെട്ടുള്ള മങ്കരയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇന്ന് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള കടകളിലൊക്കെ തന്നെ അങ്ങോട്ട് വയനാട്ടിലേക്ക് കൊടുത്തയക്കാനുള്ള സാധനങ്ങൾ സ്വീകരിക്കേണ്ട പ്രയത്നമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് മണ്ഡല പ്രസിഡന്റ് നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭടന്മാർ ഇന്ന് കടകൾ തോറും ചെന്ന് വീടുകൾ തോറും ചെന്ന് സാധനങ്ങൾ സമാഹരിക്കുകയും അത് ജില്ലാ കമ്മിറ്റിയും പ്രയത്നത്തിലാണ്. വയനാടിന് സാന്ത്വനവുമായി പാലക്കാട് ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ വീടും സ്വത്തും നഷ്ടമായവരുടെ പുനരധിവാസത്തിന് 10 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ദുരന്തത്തിൽ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് KA നാരായണൻ അധ്യക്ഷനായി. കോട്ടായി ചമ്പ്രക്കുളം AUP സ്കൂളിൽ കരാട്ടെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിശീലന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് V മുരളീധരൻ അധ്യക്ഷനായി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞിലക്ഷ്മി, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത, പഞ്ചായത്ത് അംഗം NK ശശിധരൻ, PTA വൈസ് പ്രസിഡന്റ് V ചിത്ര, K രാജേഷ്, അധ്യാപകരായ MP ബീന, PV അനീഷ, ബോബി, K രഞ്ജിനി, M ജീജ, B ശരണ്യ, MC രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. കരാട്ടെ പരിശീലകൻ K ഗോപാലൻ പദ്ധതി വിശദീകരിച്ചു. പ്രധാന അധ്യാപകൻ MM വിജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ M ഹിബത്തുള്ള നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. മലമ്പുഴയിലെ പകൽ വീടുകൾ പട്ടികളുടെ താവളമായി. പ്രായമായവർക്ക് വിശ്രമിക്കാൻ പണി കഴിപ്പിച്ച പകൽ വീടുകൾ കൈയടക്കി തെരുവുനായ്ക്കൾ നാട്ടുകാരുടെ സ്വൈര ജീവിതത്തിന് ഭീഷണിയാകുന്നു. മലമ്പുഴയിൽ പ്രായമായവരുടെ വിശ്രമത്തിനായി പണി കഴിപ്പിച്ച പകൽ വീടുകൾ തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ്. മലമ്പുഴ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച പകൽ വീടുകളാണ് തെരുവുനായ്ക്കൾ കീഴടക്കിയിരിക്കുന്നത്. ജീവിതത്തിലെ ഒറ്റപ്പെടലിൽ നിന്ന് മോചനം ലഭിക്കാനാണ് സർക്കാർ പഞ്ചായത്തുകൾ തോറും പകൽ വീടുകൾ നിർമ്മിച്ചത്. പ്രായമായവർക്കും ജീവിതത്തിൽ ഏകാന്തത വേട്ടയാടുന്നവർക്കും ആശ്വാസം നൽകുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ മിക്ക പകൽ വീടുകളും ലക്ഷ്യം കണ്ടില്ല. വിശ്രമത്തിനായി ആളുകൾ എത്താതായതോടെ വിശ്രമകേന്ദ്രങ്ങൾ തെരുവുനായ്ക്കൾ കയ്യേറി. സപ്ലൈകോ, കൃഷിഭവൻ, അംഗൻവാടി എന്നിവയ്ക്ക് സമീപമുള്ള പകൽ വീട് കയ്യേറിയ തെരുവുനായ്ക്കൾ പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നുണ്ട്. പകൽ വീടിന് മുന്നിലൂടെ പോകുന്നവർക്ക് നേരെ നായ്ക്കൾ കുരച്ചു വരാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്ഥാപനത്തിലെ ജീവനക്കാരും നാട്ടുകാരും നിരവധി തവണ പരാതി നൽകിയിട്ടും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാമായണ മാസാചരണം ഭക്തിസാന്ദ്രം. മാസാചരണത്തിന്റെ ഭാഗമായി കുളപ്പുള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം, ഭഗവത് സേവ, നിറമാല, മറ്റ് വിശേഷ പൂജകൾ എന്നിവ ക്ഷേത്രത്തിൽ നടന്നുവരുന്നുണ്ട്. ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടന്നു. പത്തനംതിട്ട ശിവൻ പ്രത്യക്ഷ ഗണപതിയായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു.
ഇരട്ടമ്പലം ശിവക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ 21ാമത് വർഷമാണ് രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സവിശേഷ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. 21ാമത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ടുമാണ് ഇന്ന് ഇരട്ടമ്പലത്തിൽ നടന്നത്. ഒരു 2003 ആണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അന്ന് കേവലം ഒരു 25,000 രൂപ കൊണ്ടാണ് നമ്മൾ നടത്തിയിരുന്നത്. അന്ന് 5-6 ആനകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 21ാമത്തെ വർഷം ഒരാനയേ ഉള്ളൂ. കാരണം ആനകളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും. പക്ഷേ ആ അവസ്ഥയിൽ 1.5 ലക്ഷം രൂപകളാണ് ഇപ്പോഴത്തെ ചിലവ് ഈ അഷ്ടദ്രവ്യ ഗണപതിന്. അതെല്ലാം ഈ നാട്ടുകാരുടെയും ഈ ഇവിടുള്ള ഭക്തജനങ്ങളുടെയും എല്ലാ സഹകരണം കൊണ്ടാണ് നടക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി മരുതൂർ വൈലേരിക്കാവ് ചെന്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഭഗവത് സേവ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സർവൈശ്വര്യ പൂജ എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി പുല്ലശ്ശേരി മനക്കൽ ഗിരീശൻ നമ്പൂതിരിപ്പാട് പൂജാതി കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് മരുതൂർ വൈലേരിക്കാവ് ചെന്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച വിശേഷാൽ പൂജകളും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും സർവൈശ്വര്യ പൂജയും നടന്നത്. പുലർച്ചെ 4:30 ഗണപതി ഹോമ ചടങ്ങുകൾ തുടങ്ങി. അണ്ടലാടിമന കിരാതമൂർത്തി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭഗവത് സേവയ്ക്കും ക്ഷേത്ര മേൽശാന്തി പുലശ്ശേരി മനക്കൽ ഗിരീശൻ നമ്പൂതിരിപ്പാട് പൂജാതി കർമ്മങ്ങൾക്കും കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. രാമായണ പാരായണവും ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ പരിപാടികൾ തുടരുന്നു. ഞായറാഴ്ച ക്ഷേത്രത്തിൽ ഭക്തി പ്രഭാഷണവും വിശേഷ പൂജകളും നടന്നു. കർക്കിടക മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച VTB കോളേജ് മാനേജർ ശ്രീനാരായണൻ നമ്പൂതിരി ഭക്തി പ്രഭാഷണം നടത്തി. ഭക്തി പ്രഭാഷണത്തിന് ശേഷം ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. 100 കണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, സെക്രട്ടറി കൃഷ്ണദാസ് എന്നിവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 11 ഞായറാഴ്ച കർക്കിടക മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായതിനാൽ ക്ഷേത്രത്തിൽ വിശേഷ പൂജകളും ആനയൂട്ടും ഭക്തി പ്രഭാഷണവും തുടർന്ന് പ്രസാദഊട്ടും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കർക്കിടകം 31 ഓഗസ്റ്റ് 15 തീയതി ക്ഷേത്രത്തിൽ വിശേഷ പൂജകളും കിഴക്കുംപുറം കമ്മിറ്റി സ്പോൺസർ ചെയ്യുന്ന ലഘുഭക്ഷണ വിതരണവും ഉണ്ടാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളി ഓടന്നൂർ പുതുശ്ശേരിപ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക മാസ രാമായണ ദിനാചരണം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിലെ രാമായണ ദിനാചരണ പരിപാടികൾ കിഴക്കേ കോവിലകത്തെ പ്രതിനിധീകരിച്ച് ബാബുരാജ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ആചാര്യൻ രാമചന്ദ്രൻ കോട്ടായിയുടെ നേതൃത്വത്തിലാണ് സമ്പൂർണ്ണ രാമായണ പാരായണ യജ്ഞം നടന്നത്. സുജാത മല്ലിശ്ശേരി, മിനി ശ്രീധരൻ എന്നിവർ സഹ ആചാര്യന്മാരായി. രാമായണ ദിനാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ ശ്രീരാമ സഹസ്രനാമാർച്ചന, സീതാ സ്വയംവരം, ശ്രീരാമ പട്ടാഭിഷേകം, സോപാന സംഗീതം, മഹാ ആരതി എന്നിവ നടന്നു. ശോഭ വാസുദേവന്റെ നേതൃത്വത്തിലാണ് സോപാന സംഗീതാർച്ചന നടന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളശ്ശേരി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. ആഗസ്റ്റ് 3 മുതൽ 12 വരെയാണ് യജ്ഞപരിപാടികൾ നടക്കുക. ചന്ദ്രിക സി മേനോനാണ് യജ്ഞാചാര്യ. ചന്ദ്രൻ മേനോൻ, സതീദേവി എന്നിവർ സഹാചാര്യന്മാരായി വേദിയിലുണ്ട്. ശ്രീമദ് ദേവി ഭാഗവതം പഞ്ചലക്ഷണത്തോടുകൂടി സർഗവിസർഗ വംശം, വംശാനുശരിതം, ഈശാനുപത തുടങ്ങിയതായ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് തരുന്നത്. ഭാഗവതം 10 ലക്ഷണങ്ങളോടുകൂടി പറയുമ്പോൾ ദേവി ഭാഗവതത്തിൽ എത്ര ലക്ഷണം മതി? 5 ലക്ഷണത്തോടുകൂടി തന്നെ എല്ലാ വിവരങ്ങളുമുണ്ട്. ഉപപുരാണം എന്നുള്ളൊരു പേരിലാണ് കിടക്കുന്നതെങ്കിലും എപ്പോഴും ഉന്നതമായ പുരാണ സ്ഥാനം തന്നെയാണ് ദേവി ഭാഗവതത്തിനുള്ളത്. പെരുമനയില്ലം PP വെങ്കടേശ്വരനാണ് പൂജകൾക്ക് നേതൃത്വം. ശനിയാഴ്ച വൈകിട്ട് ആചാര്യന്മാരെ വേദിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് യജ്ഞശാലയിലേക്ക് വിഗ്രഹം എഴുന്നള്ളിപ്പും നടന്നു. ദീപാരാധനയ്ക്കു ശേഷം ദേവി ഭാഗവത മഹാത്മ്യം പാരായണവും പ്രഭാഷണവും നടന്നു. ഓഗസ്റ്റ് 12 തിങ്കളാഴ്ചയാണ് യജ്ഞം സമാപിക്കുന്നത്. ഓഗസ്റ്റ് 13 പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ പരിപാടികളോടെ നടക്കും. പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ
വിശേഷാൽ പൂജകളും നടക്കും. പ്രതിഷ്ഠാ ദിന ദിവസം രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം മഹാന്നദാനവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആരംഭിക്കുകയാണ്. നാളെ മുതൽ ലാസ്റ്റ് ദിവസം അമ്മയുടെ നാളെ ദിവസം ഗംഭീര സദ്യയും കാര്യങ്ങളുണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ യജ്ഞം നടന്നു. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് വേണുഗോപാൽ ചീരാത്ത് യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഗണപതിയങ്കാവ് നാരായണീയ സമിതിയുടെ നേതൃത്വത്തിലാണ് നാരായണീയ പാരായണ യജ്ഞം നടന്നത്. ഉദ്ഘാടന ചടങ്ങിൽ VP മാധവിക്കുട്ടി, VP അമ്മുക്കുട്ടി, K ഇന്ദിര, A രാജലക്ഷ്മി, PT ഗീത, രമണി അന്തർജനം തുടങ്ങിയവർ പങ്കെടുത്തു. P സുബ്രഹ്മണ്യൻ, അനുജൻ മാരാർ, K രാമചന്ദ്രൻ, VT ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രസാദഊട്ടും നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ ദുരന്തമുഖത്ത് ദൃഢനിശ്ചയത്തോടെ സേവനത്തിലേർപ്പെട്ട വിവിധ സേനാ വിഭാഗങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത് നമ്മുടെ നാടിന്റെ ഔന്നിത്യമെന്നും മുഖ്യമന്ത്രി. കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ പരിശീലനം പൂർത്തിയായവരുടെ പാസിംഗ് ഔട്ട് പരേഡ്. 410 പേർ കൂടി പോലീസ് സേനയുടെ ഭാഗമായി. രാജ്യത്തെ ഏക്കർ കണക്കിന് കൃഷിഭൂമിയുടെ നാശത്തിന് കാരണമായത് UPA NDA സർക്കാരുകളുടെ തെറ്റായ കാർഷിക നയങ്ങളെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കർഷക തൊഴിലാളി ഫെഡറേഷന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കം. ജില്ലാതല ഉദ്ഘാടനം മുണ്ടൂരിൽ. പട്ടാമ്പി പാലത്തിൽ ശാസ്ത്രീയ പരിശോധന വൈകുന്നതിനു പിന്നിൽ സർക്കാരിന്റെയും വകുപ്പിന്റെയും ഗുരുതര വീഴ്ചയെന്ന് VK ശ്രീകണ്ഠൻ MP. എത്രയും വേഗം പരിശോധനകൾ പൂർത്തിയാക്കി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും PWD ചീഫ് എഞ്ചിനീയർക്കും കത്തു നൽകുമെന്നും MP. കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന സന്നദ്ധ സംഘമായി കർഷക സംഘം മാറണമെന്ന് കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി. കാർഷിക മേഖല നേരിടുന്നത് പലവിധ പ്രതിസന്ധികൾ. പട്ടാമ്പിയിൽ കർഷക സംഘം ഏരിയ കൺവെൻഷൻ. ദുരന്തം വേട്ടയാടിയ വയനാടിനെ ചേർത്ത് പിടിച്ച് നാട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായമെത്തിച്ച വ്യക്തികളും സംഘടനകളും. കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശേഖരിച്ച അവശ്യ സാധനങ്ങൾ ക്യാമ്പുകളിലെത്തിക്കും. വയനാടിനായി കൈകോർത്ത് മങ്കരയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും. പാലക്കാട് ജില്ലാ ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ 10 വീടുകൾ നിർമ്മിച്ചു നൽകും. ചേലക്കരയിൽ നിയോജക മണ്ഡലം തല ദുരന്ത നിവാരണ അവലോകന യോഗം. യോഗം ചേർന്നത് K രാധാകൃഷ്ണൻ MP-യുടെ അധ്യക്ഷതയിൽ. മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്ന പാഞ്ഞാൾ, ചെറക്കോണം, ഒലിപ്പാറക്കുന്നിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. ആനപ്പേടിയിൽ പാഞ്ഞാൾ. പഞ്ചായത്തിലെ ചിറങ്കോണം മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നാട്ടിൽ പതിവായി കാട്ടാനയിറങ്ങുന്നത് തടയാൻ സത്വര നടപടിയുണ്ടാകണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.